ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണോ? നമുക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെയാണേ. സമയം ഇപ്പോൾ വെളുപ്പാങ്കാലം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എണീച്ച ഉടനെ ഫ്രഷൊക്കെ ആയി കേട്ടോ. ഓണവും നബിദിനം ഒരേ ഡേ ആയതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കിലേക്കാണല്ലേ. ഇപ്പോൾ ഇവിടെ എല്ലാവരും നല്ല തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഉമ്മ നേരത്തെ തന്നെ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ നച്ചുവിന് 6:45 കഴിയുമ്പോൾ പള്ളിയിൽ പോകണം. 7 മണി തൊട്ടായിട്ട് ഘോഷയാത്രയൊക്കെ. പിന്നെന്താ വിശേഷം? കിച്ചണിലോട്ട് വന്നപ്പോൾ ഉമ്മ നല്ല ജോലി തിരക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദോശ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടാക്കാനുള്ള മലക്കറിയൊക്കെ ഇന്നലെ രാത്രി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ രാവിലെ എണീച്ച് കുക്ക് ചെയ്താൽ മതിയല്ലോ, എളുപ്പമാവുമല്ലോ. മുൻവശത്ത് ഇറങ്ങിയപ്പോൾ നേരം പരവരാ വെളുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇറങ്ങിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഭംഗിയാണല്ലേ ഈ നേരം. ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ ദോശ ഉണ്ടാക്കണ നേരത്ത് ഞാൻ പോയി നച്ചുവിനെയൊക്കെ എഴുന്നേൽപ്പിച്ച് ഫ്രഷാക്കി ഇരുത്തിയിട്ടുണ്ട്. ചായക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം റെഡിയാകുമ്പോൾ ഇനി കൊടുത്ത് വിട്ടാൽ മതിയല്ലോ. ഏകദേശമൊക്കെ എല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നച്ചുവിൻ്റെ പാത്രം എടുത്ത് കഴുകി അവനുള്ള ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറും ആയി, നല്ല ചൂടുമാണ്. ഈ ഒരു പാത്രത്തിലേ അവൻ കഴിക്കുള്ളൂ. അവന് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചതാട്ടോ. പെട്ടെന്ന് ഞാൻ തന്നെ അവന് ഫുഡൊക്കെ വാരി കൊടുത്തു. അപ്പോൾ ആ നേരത്തുള്ള വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അവനെ പള്ളിയിലൊക്കെ പറഞ്ഞു വിട്ടു. അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനും ഉമ്മായി അനിയത്തിയും കൂടെ ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ടൗണിൽ പോയി നിൽക്കുമ്പോൾ 3-4 പള്ളിയിലെ ഘോഷയാത്രയൊക്കെ വരും. പിന്നെ ദഫ് മുട്ടൊക്കെ കാണും. ആളുകളൊക്കെ എല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ ടൗൺ എത്തി. നമ്മളിവിടെ നിൽക്കുമ്പോൾ എല്ലാ പള്ളിയിലെയും ഘോഷയാത്ര ഇവിടെ തന്നെ വരും കേട്ടോ. ഫസ്റ്റ് ഉളിയങ്കോട് പള്ളിയിലെ ഘോഷയാത്ര കേട്ടോ വരുന്നത്. ഈ വരുന്നത് നച്ചുവിൻ്റെ പള്ളിയിലെ ഘോഷയാത്രയും ദഫ്മുട്ടൊക്കെയാണ്. ഇടയ്ക്ക് ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. മഴയൊന്നും പെയ്യാതിരുന്നാൽ മതി റാലി കഴിയുന്നവരെ.
നബിദിന പരിപാടി റാലിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കും കുറച്ച് മധുരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരികെ പോന്നേ. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നച്ചു വന്നു പള്ളിയിൽ നിന്ന്. നച്ചുവിന് കിട്ടിയ മധുരപലഹാരങ്ങളാട്ടോ ഇതൊക്കെ. പിന്നെ നെച്ചോറും കൊണ്ടുവന്നായിരുന്നു. പിന്നെ നമ്മൾ നെച്ചോറിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ചോറ് ഇറച്ചി പള്ളിയിൽ നീട്ടി. പിന്നെ പപ്പടവും ചട്ടണി അച്ചാറും നമ്മൾ വീട്ടിലാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഇവിടുത്തെ നബിദിന വിശേഷങ്ങൾ.